Hi, Stanley Vadakan. Welcome to my YouTube channel. Keep smiling and stay positive. കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ആണ് ഇടാറുള്ളത്. ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഇടാനുള്ളൊരു കാരണം ഇത് കുട്ടികളെ ഉദ്ദേശിച്ചാണ്, സ്റ്റുഡൻസ് ഉദ്ദേശിച്ചാണ്. കാരണം ഇനി വരുന്ന ഈ മാസങ്ങൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ചിലൊക്കെ പരീക്ഷ നേരിടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ പരീക്ഷ നേരിടുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഓരോ കുട്ടികൾക്കും നമുക്കൊരു കോൺസെൻട്രേഷൻ ലെവൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ സ്പാൻ ഉണ്ട്, ടൈം സ്പാൻ ഉണ്ട്. എന്താണ് ഈ കോൺസെൻട്രേഷൻ ടൈം സ്പാൻ എന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ സ്കൂളുകളിലെ പീരീഡുകളൊക്കെ 40 മിനിറ്റ് ആക്കി വെക്കാനുള്ള കാരണം ഒരാളുടെ മാക്സിമം, ഒരു കുട്ടിയുടെ മാക്സിമം ടൈം സ്പാൻ, കോൺസെൻട്രേഷൻ സ്പാൻ എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. അത് കഴിയുമ്പോഴേക്കും ഡിസ്ട്രാക്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ കുട്ടികൾക്കും, അത് ചെറിയ കുട്ടികൾ തൊട്ട് ഹൈസ്കൂൾ വരെ അല്ലെങ്കിൽ +2 വരെയൊക്കെ എത്തുന്ന സമയത്ത് അത് കുറച്ച് കൂടുതലും കുറവൊക്കെ ആയിട്ട് പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 2 മിനിറ്റ് 5 മിനിറ്റ് മുതൽ 40-45 മിനിറ്റ് വരെയൊക്കെയാണ് ഈ കോൺസെൻട്രേഷൻ സ്പാൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികളായ നിങ്ങൾക്ക് തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ സ്പാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ച് കൂട്ടിക്കൊണ്ടുവരാനും പറ്റും. അതിനുള്ള കുറച്ച് മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത്, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എനിക്ക് പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം, നല്ലോണം മനസ്സിൽ നിൽക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങളുടെ ടൈം സ്പാൻ, കോൺസെൻട്രേഷൻ്റെ ടൈം സ്പാൻ എന്താണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഒരു മുറിയിൽ പോയിരിക്കുക, വാതിലടയ്ക്കുക, എന്നിട്ട് ഏറ്റവും സീരിയസ് ആയിട്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ അതൊന്ന് വായിക്കാനും ശ്രമിക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ 5 മിനിറ്റ് 2 മിനിറ്റ് 10 മിനിറ്റ് 15 20 ഇങ്ങനെയൊക്കെ ഒരു മിനിറ്റ് ഒരു സമയത്ത് ആ പഠിപ്പിൽ നിന്ന് മാറി പെട്ടെന്ന് നമ്മുടെ ചിന്തകൾ മാറി തുടങ്ങും. അവിടെ നമ്മൾ സിനിമയുടെ ചില ഡയലോഗ് വരും, സിനിമയുടെ ചില കുറേ ഭാഗങ്ങൾ നമുക്ക് ഓർമ്മ വരും, ഇല്ലെങ്കിൽ കളിക്കണ ഭാഗം ഓർമ്മ വരും, ഇല്ലെങ്കിൽ നമ്മളൊരു ട്രാവൽ പോണതിനെക്കുറിച്ച്, കാമുകയെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഡിസ്ട്രാക്ഷൻ പോലെ ചില സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ദാറ്റ് മീൻസ് അവിടെ നിങ്ങളുടെ ആ കോൺസെൻട്രേഷൻ സ്പാൻ കഴിഞ്ഞു. അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മിനിറ്റ്, 5 മിനിറ്റ് 10 മിനിറ്റ് 20 മിനിറ്റോ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നിങ്ങൾക്ക് കുറച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അത് ചില എക്സസൈസിലൂടെയും, എന്തും നമുക്ക് പറ്റാത്ത കാര്യങ്ങളില്ല, എന്ത് ഹാബിറ്റ് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, 21 ദിവസം ഞാൻ ഈ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അത് കാലത്ത് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ സമയത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എക്സസൈസുകളുണ്ട്. അതിൽ ഒരെണ്ണമാണ്, ഇപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് ചുറ്റുമുള്ള ശബ്ദങ്ങളൊക്കെ ഒന്ന് കേൾക്കുക 1 മിനിറ്റ് നേരത്തേക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക, എത്ര ശബ്ദം ഞാൻ കേട്ടു എന്നുള്ളതൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ആദ്യം അത് 1 മിനിറ്റ് 1.5 മിനിറ്റ് 2 മിനിറ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റുള്ള നിങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ സ്പാൻ ചിലപ്പോൾ അത് 15-20 മിനിറ്റൊക്കെ ആയിട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ കോൺസെൻട്രേഷൻ കൂടുന്ന എക്സസൈസ്, കളികളായാലും, ഇപ്പോൾ ചെസ്സ് കോൺസെൻട്രേഷൻ കൂട്ടുന്ന എക്സസൈസാണ്. അതുപോലെ ചിന്തിച്ച് ചെയ്യുന്ന പണ്ടൊക്കെ സൈൻ ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഈർക്കിലികളൊക്കെ ഇട്ടിട്ട് കളിച്ചേർന്ന കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് കമ്പ്യൂട്ടറിൽ അതുപോലെ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ചില ഗെയിംസൊക്കെ ഉണ്ട്. ഒരേ കൈ 2 കൈയും വെച്ച് ഒരുമിച്ച് ഒരേപോലെ പ്രവർത്തിക്കാനായിട്ട് പലതരത്തിലുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. അങ്ങനത്തെ ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടി വരും. വെറുതെ നമ്മൾ റീല് കാണാൻ, ഈ TV കാണാൻ, സ്ക്രീൻ കാണാനൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പരീക്ഷ വരെയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ സ്പാൻ കൂടി കിട്ടും. അങ്ങനെ കൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും, നിങ്ങളുടെ മാർക്കും കൂടും. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ടൈം സ്പാൻ ഒന്ന് കണ്ടെത്തുക. അത് കഴിഞ്ഞ് അതൊന്ന് വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസ് ഒന്ന് കൂട്ടി നോക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അടുത്ത നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല കൂടുതൽ മാർക്ക് മേടിക്കാനും സമാധാനമായിട്ട് പരീക്ഷ എഴുതാനും നിങ്ങൾക്ക് കഴിയും. സോ ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം, പാലിക്കുമെന്ന് വിചാരിക്കണം. വിത്ത് ഓൾ ദ ബെസ്റ്റ്. ലെറ്റ് മീ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.